ലോകരാജ്യങ്ങളും ലോക നേതാക്കളും പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ തങ്ങളുടെ രാജ്യത്തെ ഈ യുദ്ധം എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന കാര്യത്തിൽ ആശങ്കാകുലരാണ് ഓരോ നിമിഷവും. അവിടെ വ്യത്യസ്തനാവുകയാണ് ഭാരതത്തിന്റെ നരേന്ദ്രമോദി. ഇത് ഒറ്റ ദിവസം കൊണ്ട് നേടിയതല്ല. 3 വട്ടമായി ഭാരതം ഭരിക്കുന്ന സ്വയം സേവകൻ പടുത്തുയർത്തിയ നയതന്ത്ര നേട്ടം. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരിക്കൊള്ളവെ ലോകരാജ്യങ്ങൾ ഇന്ധനക്ഷാമത്തെ പേടിച്ച് ഭയന്ന് വിറയ്ക്കുമ്പോഴൊക്കെ ഭാരതത്തിന് ആശ്വാസമായി എത്തിയിരിക്കുകയാണ് കാനഡയുടെ സഹായ വാഗ്ദാനം. ഹോർമൂസ് കടലെടുക്ക് വഴിയുള്ള ഇന്ധന നീക്കം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയിൽ ചില ആശങ്കകൾ ഉണ്ടാകാം. അത് പരിഹരിക്കാൻ ദീർഘകാലാടിസ്ഥാനത്തിൽ, ചെറിയ കാലത്തിലൊന്നുമല്ല, ദീർഘകാലാടിസ്ഥാനത്തിൽ എണ്ണയും ദ്രവീകൃത പ്രകൃതിവാതകവും നൽകാൻ തയ്യാറാണ് എന്നാണ് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി അറിയിച്ചത്. ഇതൊരു ചെറിയ കാര്യമല്ല. ശരിക്കും ഇന്ത്യയെ വിശ്വസിക്കുന്ന, ഇന്ത്യയുടെ നേതാവിനെ വിശ്വസിക്കുന്ന, ഇന്ത്യക്കൊരു സഹായം നൽകിയാൽ അത് തിരിച്ചും ഏതൊരു അവസ്ഥയിലും നമുക്ക് കിട്ടും എന്നുകൂടി മനസ്സിലാക്കുന്ന ഒരു രാജ്യത്തിൻ്റെ കൈയയച്ച സഹായം തന്നെയാണ്. അത് വെറുതെ ഉണ്ടായതല്ല, ഭരണ മികവിലൂടെ മാത്രം ഉണ്ടായതല്ല. വിദേശ സന്ദർശനങ്ങളിലൂടെ ഈ നേതാക്കന്മാരെയൊക്കെ നേരിട്ട് കാണുന്നതിലൂടെ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, അവിടെ നടത്തുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ, സംസാരങ്ങളിലൂടെ, അതിലൂടെയൊക്കെ നേടിയെടുക്കുന്ന ഒരു നേട്ടം തന്നെയാണ്. ഇറാന്റെ സൈനിക നീക്കങ്ങൾ കാരണം ഹോർമൂസ് കടലെടുക്ക് അടഞ്ഞത് ഇന്ത്യയുടെ LPG ഇറക്കുമതിയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. രാജ്യത്തെ 62% പാചകവാതകവും എത്തിയിരുന്നത് ഈ വഴിയിലൂടെയാണ്. എന്നാൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ മാത്രം ആശ്രയിക്കാതെ ബദൽ മാർഗങ്ങൾ കണ്ടെത്താനുള്ള മോദി സർക്കാരിന്റെ ദീർഘവീക്ഷണമാണ് കാനഡയുമായുള്ള ഈ പുതിയ സഹകരണത്തിന് വഴി തുറന്നത്. കാനഡയിലെ വൻതോതിലുള്ള എണ്ണ നിക്ഷേപം ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി തുറന്നു നൽകുന്നതിലൂടെ ഭാരതത്തിന്റെ വികസന കുതിപ്പിന് തടസ്സമുണ്ടാകില്ലെന്ന് ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചു. മറ്റേത് ആഗോള പ്രതിസന്ധിയിലും ഭാരതത്തിന്റെ സാമ്പത്തിക അടിത്തറ തളരില്ല എന്ന് തന്നെയാണ് ഈ നീക്കത്തിലൂടെ മനസ്സിലാക്കേണ്ടത്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം മുതലെടുത്ത് അയൽ രാജ്യങ്ങൾ ഇന്ധനവില കൂട്ടി ജനങ്ങളെ ദുരിതത്തിലാക്കുമ്പോൾ ഇന്ത്യയിൽ വിതരണ ശൃംഖല തടസ്സപ്പെടാതെ നോക്കാൻ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം കർശന നടപടികൾ സ്വീകരിക്കുന്നു. കാനഡയിൽ നിന്നുള്ള എണ്ണ വിതരണം കൂടി ആരംഭിച്ചാൽ അന്താരാഷ്ട്ര വിപണിയിലെ വിലക്കയറ്റത്തിൽ നിന്ന് ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് വലിയ തോതിൽ സംരക്ഷണം കിട്ടും. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ വരും പതിറ്റാണ്ടുകളിൽ ഗണ്യമായി വർദ്ധിക്കുമെന്ന് കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി ചൂണ്ടിക്കാട്ടി. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യയുടെ വിശ്വസ്ത ഊർജ്ജ പങ്കാളിയാകാനാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് കാനഡ മുൻപും വ്യക്തമാക്കിയിട്ടുണ്ട്. സാമ്പത്തിക വളർച്ചയും വ്യവസായ മേഖലയുടെ വിപുലീകരണവും നോക്കുമ്പോൾ 2040 ഇന്ത്യയുടെ ഊർജ്ജ ഉപഭോഗം ഇരട്ടിയാകും. ഈ സാഹചര്യത്തിൽ എണ്ണവാതകം, ആണവോർജ്ജത്തിന് ആവശ്യമായ ധാതുക്കൾ, ഈ മേഖലകളിൽ 2 രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമ തീരത്തു നിന്നുള്ള LNG വിതരണത്തിലൂടെയും ക്ലീൻ ടെക്നോളജിക്ക് ആവശ്യമായ ധാതുക്കളിലൂടെയും ഇന്ത്യയുടെ ഹരിത ഊർജ്ജ പരിവർത്തനത്തിന് പിന്തുണ നൽകാൻ കാനഡ സജ്ജമാണെന്നും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി വ്യക്തമാക്കി. ഏകദേശം $2.5 ബില്യൺ മൂല്യമുള്ള യുറേനിയം വിതരണ കരാറിനെക്കുറിച്ചുള്ള ചർച്ചകളും 2 രാജ്യങ്ങൾക്കുമിടയിൽ നടന്നിട്ടുണ്ട്. ഇത് ഇന്ത്യയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ആണവോർജ്ജ പദ്ധതികൾക്ക് വലിയ കരുത്തേകും. അപ്പോൾ പറഞ്ഞു വന്നത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത് വെറും ഒരു പ്രധാനമന്ത്രിയല്ല, വെറും ഒരു രാജ്യത്തിൻ്റെ നേതാവല്ല. ദീർഘവീക്ഷണത്തോടെ നാളെ എന്തു സംഭവിക്കും, എന്തും സംഭവിക്കാം, ആ ഒരു കാഴ്ചപ്പാടിൽ എന്തൊക്കെയാണ് രാജ്യത്തിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്കായി അവരെ പട്ടിണിക്കിടാതെ ചെയ്യാൻ സാധിക്കുക എന്നതിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ അനന്തരഫലം തന്നെയാണ് കാനഡ പോലുള്ള രാജ്യങ്ങൾ പോലും ഈ സംഘർഷത്തിനിടയിലും ഇന്ത്യയെ സഹായിക്കാം എന്ന തുറന്ന മനസ്സോടെ മുന്നോട്ട് വന്നിരിക്കുന്നതിന് പിന്നിൽ ഉള്ളത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.